ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കമന്റിനുള്ള റിപ്ലൈ ആയിട്ടായിരുന്നു. അതുപോലെ അതിന്റെ കമന്റ് ലെങ്ത് കൂടി പോകുന്നതിനാൽ നമ്മൾ രണ്ടാമത്തെ കമന്റിനുള്ള മറുപടി എന്നുള്ള നിലയിൽ അടുത്ത കമന്റിനുള്ള മറുപടി നൽകുകയാണ്. ഒരു മെയ്റ്റിന് സെമി സ്കിൽഡ് വേതനമായ 700 രൂപ ലഭിക്കണമെങ്കിൽ ഒരു മസ്ട്രോളിലുള്ള ആളുകളുടെ എണ്ണം എത്രയായാലും കൂടിയാലും കുഴപ്പമില്ല. അത് 20-ൽ ചുവടെ ആവാനും പാടില്ല. ആവറേജ് ആയിട്ട് ഒരാഴ്ചയിലെ ആവറേജ് ആയിട്ട് 20 തൊഴിലാളികൾ ഉണ്ടാവണം. ആവറേജ് എന്ന് പറഞ്ഞാൽ 6 ദിവസമാണ് ഒരു മസ്ട്രോളിൽ ഉണ്ടാവുക. ഒരു മസ്ട്രോളിൽ ശരാശരി 20 ആളുകൾ ഉണ്ടാകണമെന്നാണ്. 6 ദിവസങ്ങളിലായി ശരാശരി 20 എന്ന് പറയുകയാണെങ്കിൽ 120 തൊഴിൽ ദിനം ഒരാഴ്ചയിൽ മസ്ട്രോളിൽ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ഒരു സെമി സ്കിൽഡ് വേതനമായ 700 രൂപയുള്ള മെയ്റ്റിനെ പൂർണ്ണമായും ഉപയോഗിക്കാം. അതൊരിക്കലും 19 മാറരുത്. 19 എന്ന് പറഞ്ഞാൽ 19x6 എന്ന് പറഞ്ഞാൽ അതോ അല്ലെങ്കിൽ ഒരു ദിവസം 19 അല്ലെങ്കിൽ 18 17 ആളുകൾ ഉണ്ടാകുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അതിന് ആനുപാതികമായി 25 26 ആയിട്ട് ആളുകൾ വരികയും 6 ദിവസങ്ങളിലുള്ള ശരാശരി തൊഴിൽ ദിനം 120 ലഭിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു പരിപൂർണ്ണ മെയ്റ്റിനെ ഒരാഴ്ചയിൽ നിർത്താൻ പറ്റുന്നതാണ്. അതുപോലെ ഒരാഴ്ചയിൽ 41 തൊഴിലാളികൾ ആവറേജ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എല്ലാ ദിവസം മൊത്തം തൊഴിൽ ദിനത്തെ 6 കൊണ്ട് ഹരിച്ചിരിക്കുകയാണെങ്കിൽ 41 കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ 2 സെമി സ്കിൽഡ് മെയ്റ്റുമാരെ നിലനിർത്താവുന്നതാണ്. അതുപോലെ ഒരു ആഴ്ചയിൽ 61 തൊഴിലാളികൾ ഉണ്ടെങ്കിൽ ആവറേജ് ആയിട്ട് 61 പറയുന്നത്. ഒരു ദിവസം 61 വേണമെന്നില്ല. ഒരു ദിവസം 50 പോലും കുഴപ്പമില്ല. അടുത്ത ദിവസം 80 81 അല്ലെങ്കിൽ 100 തൊഴിലാളികൾ ഇറങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അത് ആവറേജ് ആയിട്ട് ശരാശരി 6 ദിവസങ്ങളിലായിട്ട് 61 ആണെങ്കിൽ 3 മെയ്റ്റുമാരെ ഒരു സൈറ്റിൽ പരിപൂർണമായിട്ടും സെമി സ്കിൽഡ് വേതനം നൽകിയിട്ട് പരിപൂർണ്ണ മെയ്റ്റായിട്ട് നിലനിർത്താവുന്നതാണ്. ഒരു സൈറ്റിൽ 20 തൊഴിലാളികൾ എന്നോ അല്ലെങ്കിൽ 21 തൊഴിലാളികൾ എന്നോ ഉള്ള കണക്കല്ല. ആഴ്ചയിൽ 6 ദിവസത്തിൽ 20 വെച്ചിട്ട് 6x20 120 തൊഴിൽ ദിനം ഒരാഴ്ച കൊണ്ട് എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു സെമി സ്കിൽഡ് മെയ്റ്റിനെ നിയോഗിക്കാം. അതിൽ ഒരു ദിവസം 19 ആയാലോ അല്ലെങ്കിൽ 21 ആയാലോ 25 ആയാലോ കുഴപ്പമില്ല. ഇനി 15 ആയാലും കുഴപ്പമില്ല. അത് 6 ദിവസങ്ങളിലായിട്ട് 120ന്റെ മുകളിലുള്ള തൊഴിൽ ദിനം ഉണ്ടെങ്കിൽ ഒരു മെയ്റ്റിനെ പരിപൂർണമായി നിയമിക്കാം. പക്ഷേ ആവറേജ് ആയിട്ട് 20 തൊഴിൽ ദിനം ഒരാഴ്ച അച്ചീവ് ചെയ്യുന്നില്ല എങ്കിൽ സെമി സ്കിൽഡ് മസ്ട്രോൾ അടിച്ചു കഴിഞ്ഞാൽ സെമി സ്കിൽഡ് വേതനമോ അൺസ്കിൽഡ് വേതനമായ 346 രൂപയോ മെയ്റ്റ് ആയ ആളുകൾക്ക് നൽകാൻ പറ്റാത്ത സ്ഥിതിയുണ്ട്. കാരണം സെമി സ്കിൽഡ് മസ്ട്രോൾ വേറെ തന്നെയാണ് അടിക്കുക, അൺസ്കിൽഡ് മസ്ട്രോൾ വേറെയാണ് അടിക്കുക, തൊഴിലാളികളുടെ മസ്ട്രോൾ വേറെയാണ് അടിക്കുക. അപ്പോൾ ആ അടിക്കുന്ന കൂട്ടത്തിൽ മെയ്റ്റിന്റെ പേര് നമുക്ക് നൽകാൻ പറ്റില്ല. അഥവാ അൺസ്കിൽഡ് വേതനമായ 346 രൂപ നൽകാൻ നമുക്ക് സാധിക്കില്ല. അതുപോലെ തന്നെ സെമി സ്കിൽഡ് വേതനമായ പൈസ കൊടുക്കണമെങ്കിൽ ഒരാഴ്ചയിൽ 120 തൊഴിൽ ദിനം തന്നെങ്കിലും അച്ചീവ് ചെയ്യണം. 120ൽ കുറഞ്ഞു പോയിക്കുകയാണെങ്കിൽ അത് മെയ്റ്റിന് സെമി സ്കിൽഡ് വേതനം നൽകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറും. അതുകൊണ്ട് കറക്റ്റായിട്ട് തൊഴിലാളികളെ കൂടുതലായി ഇറക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള ആളുകളെ വെച്ചുകൊണ്ട് 120 തൊഴിൽ ദിനം ഒരാഴ്ചയിൽ എടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അപ്പോൾ അടുത്ത കമന്റ് ഇതാണ്. 9 മണി തൊട്ടിട്ട് 5 മണി വരെയുള്ള ടൈം ഒന്ന് മാറ്റിയിട്ട് 9 മണി തൊട്ടിട്ട് 4 മണി വരെ ആക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. കാരണം ഇത് ഞങ്ങൾ എല്ലാ മീറ്റിങ്ങുകളിലും പറയുന്നതാണ്. തൊഴിലാളികൾക്കുള്ള സൗകര്യപ്രദമായ ഒരു സമയമാണ് 9 മണി തൊട്ട് 4 മണി വരെയുള്ളത്. കാരണം വീട്ടിൽ ഒരുപാട് ആൾക്കാർ കാത്തിരിക്കുന്നവരുണ്ടാവും, സ്കൂൾ വിട്ട് വരുന്ന കുട്ടികളുണ്ടാവും. അതെല്ലാം കണക്കാക്കിക്കൊണ്ട് 9 മണി തൊട്ട് 4 മണി വരെ ആക്കുന്നത് ഉചിതമാണോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഓൾ ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വർക്കാണ്. തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് ഓൺലി കേരളത്തിനോ അല്ലെങ്കിൽ തമിഴ്നാടിനോ കർണാടകക്കോ അതുപോലെ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന മാതിരിയല്ല. ഓൾ ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്കീം നടപ്പിലാക്കുമ്പോൾ അതിനൊരു ചട്ടക്കൂടുകൾ ഉണ്ടാവും. എത്ര മണി തൊട്ടിട്ട് എത്ര മണി വരെ വേണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പഞ്ചായത്തിനോ അല്ലെങ്കിൽ ഒരു ബ്ലോക്കിനോ ഒരു ജില്ലക്കോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിനോ സമയം 9 മണി തൊട്ട് 4 മണി വരെ ആക്കാൻ പറ്റുന്ന ഒന്നല്ല. കാരണം അത് ഓൾ ഇന്ത്യ ബേസ്ഡ് സ്കീം ആയതിനാൽ, നാഷണൽ ലെവൽ സ്കീം ആയതിനാൽ അവർ നിശ്ചയിക്കുന്ന സമയത്ത് ടൈമും അതിൻ്റെ കാര്യങ്ങളും എല്ലാ മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എങ്കിലും നമുക്ക് ഇതിനുള്ള കണ്ടീഷൻസ്, കാരണം തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നത് അവരുടെ കുടുംബത്തിന് പറ്റാൻ വേണ്ടിയിട്ടാണ്, അവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ്, അവരുടെ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവരെ പേരക്കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അവർ സ്കൂൾ വിട്ടു വരുന്ന സമയത്ത് എത്തുന്നില്ല, ഇരുടായി പോകുന്നു, രാത്രിയാവുന്നു എന്നൊക്കെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഫീൽഡ് തലത്തിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ അറിയുന്നതും അത് ഞങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതുമാണ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മാറ്റം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
കാരണം ഒരുപാട് ആൾക്കാരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിട്ട് അറിയുന്നതാണ്. അപ്പോൾ ഈ അറിയുന്ന കാര്യങ്ങൾ ഞങ്ങളത് മേലെ തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാരെ ധരിപ്പിക്കാറുണ്ടായിരുന്നു. ഇനി ഉള്ള കാര്യങ്ങൾ തന്നെ ഞങ്ങളത് പറഞ്ഞ് ക്ലിയർ ചെയ്യുന്നതുമാണ്. പക്ഷേ ഇതിനുള്ള മെയിൻ കാരണം നാഷണൽ സ്കീമിലുള്ള ഒരു സ്കീം ആയതിനാൽ മറ്റു സംസ്ഥാനങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഇതിൻ്റെ സമയ ലിമിറ്റുകൾ മാറ്റുകയുള്ളൂ. അത് മാറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് നിലനിർത്താം.